അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? സഞ്ജീവേ, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഉത്തരവുണ്ടോ? RSS ആണോ? RSS ആണോ? നിഷേധിക്കണോ? ഉത്തരം പറയൂ. ധൈര്യം പറയൂ. നിങ്ങൾ RSS കുറിച്ച് ക്ലാസ് എടുത്തല്ലോ. അങ്ങ് RSS ആണോ? RSS ആണോ അല്ലയോ പറ. ഇത്തരം ചോദ്യങ്ങൾ പിന്നെ ഞാൻ RSS അല്ലാതെ പിന്നെ അപ്പൊ അതുപോലെ മെമ്പർഷിപ്പ് പോലും അങ്ങയുടെ കയ്യിലില്ല. താങ്കൾക്ക് ഭരണഘടന അയ്യോ വണക്കം. 2-3 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് VC-മാർ, നമ്മുടെ സർവകലാശാല VC-മാർ RSSന്റെ വേദിയിൽ പോയി ഇരുന്നതാണ്. RSSന്റെ വേദിയിൽ VC-മാർക്ക് പോയി ഇരിക്കാനായിട്ട് പാടില്ല. ഞങ്ങൾ പറയുന്ന വേദികളിൽ മാത്രം VC-മാർ പോയി ഇരുന്നാൽ മതി എന്നാണ് ഇതിനെ എതിർക്കുന്ന സുഡാപ്പികൾ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഡാപ്പികളുടെ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വേറൊരു ചോയ്സ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ യവന്മാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോപ്പിച്ച് കളയും. അതുകൊണ്ട് യവന്മാരുടെ മാക്സിമം കയ്യും കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ, നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് തോറ്റ ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ തോറ്റത് മതേതരത്വത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലുള്ള മലയാളിയുടെ അങ്ങേ അറ്റത്തെ അടിയായിരുന്നു എന്നാണ് യവന്മാർ പറഞ്ഞ് പരത്തിക്കൊണ്ട് കിടക്കുന്നത്. മറ്റവന്മാരല്ല, ഹിന്ദുക്കൾ. അതായത് ഗോപാലകൃഷ്ണൻ തോറ്റത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് തോറ്റത്? ഗോപാലകൃഷ്ണൻ നിന്ന മണ്ഡലം ഏതാണ്? അത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഗോപാലകൃഷ്ണൻ നിന്നു. ആ ഗോപാലകൃഷ്ണൻ അവിടെ നിന്നിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ ഗോപാലകൃഷ്ണനെ തോപ്പിച്ചു. വെരി ഗുഡ്, നല്ല കാര്യം. വർഗീയതയാണല്ലോ ഗോപാലകൃഷ്ണൻ അവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു MLA ഇല്ല എന്ന് ചോദിച്ചത്. ഇനി KM ഷാജി, നമ്മുടെ ഇഞ്ചി ഷാജി നിന്ന മണ്ഡലത്തിൽ ഇഞ്ചി ഷാജി ജയിച്ചു. ഇഞ്ചി ഷാജി പറഞ്ഞത് എന്താണ്? ഇതിനെക്കാട്ടിലും ഡോസ് കൂടിയ സാധനമാണ് ഇഞ്ചി ഷാജി പറഞ്ഞത്. ഞങ്ങൾ ഭരണം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നാണ് ഇഞ്ചി ഷാജി പറഞ്ഞത്. അയാൾ നിന്ന മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിരുന്നു. അവിടെ അയാൾ ജയിക്കുകയും ചെയ്തു. അത് നോക്കി നിൽക്കുന്ന നമ്മുടെ മതേതരനായിട്ടുള്ള ഹിന്ദു പറയുന്നു, വെരി ഗുഡ്, ബ്രില്യൻറ്റ്, ദിസ് ഈസ് വാട്ട് സെക്യുലറിസം ഈസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ മാക്സിമം യവന്മാരെ സുഖിപ്പിച്ച് നമ്മുടെ സന്ദീപ് വാര്യർ പോകുന്ന കണ്ടിട്ടില്ലേ? അതായത് മാക്സിമം എന്ത് ചെയ്യുക, അങ്ങ് എതിർക്കരുത്, അങ്ങ് സുഖിപ്പിച്ചു അങ്ങ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നേരെ പണക്കാട് പോവുക, നേരെ കാല് പിടിക്കുക, കൈ പിടിക്കുക, പിന്നെ എന്ത് ചെയ്യുക, കയ്യിൽ ഇങ്ങനെ ഭാഷാബായി പോലെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ കാന്തപുരം. അപ്പം നേരെ ചെന്നിട്ട് കൈ ഇങ്ങനെ മുത്തുക, എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ മാറി വരിക. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ പൊങ്ങരുത്, അത് കാന്തപുരത്തിൻ്റെ തലയ്ക്ക് മേലെ നമ്മളെ തല പൊങ്ങരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുക. പിന്നെ ആ കാന്തപുരത്തിൻ്റെ അനുയായികളോട് ഇടയ്ക്കിടയ്ക്ക് പറയുക, നിങ്ങൾ കാന്തപുരത്തിൻ്റെ അനുയായികളാണ്. അതിൻ്റെ കൂട്ടത്തിൽ വിശുദ്ധ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലീനായി. അങ്ങനെയൊക്കെ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, അതായത് അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവരെ എതിർക്കാനായിട്ട് പറ്റില്ല. എതിർക്കണമെന്ന് ചിലപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷേ എതിർക്കാൻ പറ്റില്ല. നമ്മുടെ പിണറായി വിജയൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇസ്രയേലിൽ നമ്മുടെ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ അവിടെ ഇസ്രയേലിൽ നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന ഒരു നേഴ്സ് മരണപ്പെട്ടു. ആ നേഴ്സിന് ഇവിടെ ഒരു ആദരാഞ്ജലി ഇടാൻ പോലും ഇവിടെയുള്ള ഒരു പൊളിറ്റീഷ്യന് പറ്റിയിട്ടില്ല. കാരണം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റീഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു, ഇവരുടെ നട്ടല് പണയം വെച്ചിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കാനും പറ്റില്ല. കാരണം ഒരു സുഡാപ്പി എക്കോസിസ്റ്റം മൊത്തത്തിൽ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ VC-മാർ RSSൻ്റെ വേദിയിൽ പോയത് തെറ്റാണ് എന്ന് മാത്രമേ ഇവർക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ തെറ്റാണ്. ഇപ്പോൾ KC വേണുഗോപാൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അതായത് ഇത് നടക്കില്ല, ഇത് മറ്റേതാണ് മറിച്ചതാണ്, ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റ് കണ്ട് സംഘപരിവാറുകാർ രോഷം കൊള്ളുന്നു. സാധാരണ സംഖ്യകളൊക്കെ രോഷം കൊള്ളുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ KC വേണുഗോപാലിൻ്റെ മനസ്സ് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ഏത് ഗുളിയം പിടിച്ച സമയത്താണോ എന്നായിരിക്കും സത്യം പറഞ്ഞാൽ KC വേണുഗോപാൽ ഇത് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് പറയുന്നുണ്ട്, 2 ദിവസം മുമ്പ് ഞാൻ VD സതീശനെ കണ്ടതാണ് ഫാമിലിയായിട്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞ ശേഷം VD സതീശൻ യഥാർത്ഥത്തിൽ RSSനോട് ഒരു വിരോധവും ഇല്ല, അത് നിന്നെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന രീതിയിൽ ശ്രീജിത്ത് പണിക്കർ ചാനൽ ചർച്ച, എനിക്ക് തോന്നുന്നു News 18 ചാനൽ ചർച്ചയാണെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതെടുത്തിട്ട് അലക്കുകയാണ്. അതായത് ഈ VC പോയത് ശരിയായില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, VC പോയത് ശരിയായില്ല, VC-മാർ RSSൻ്റെ വേദി പോയത് ശരിയായില്ല എങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്, നല്ല കറതീർന്ന RSSകാരനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി RSSകാരനാണ്. നമ്മുടെ ദ്രൗപദി മുർമു, രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, RSSകാരിയാണ്. ഇവരെല്ലാവരും RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ തണലിൽ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. നരേന്ദ്രമോദിയൊക്കെ RSSൽ ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിയാണ്, അറിയാമല്ലോ.
ഇറങ്ങി പ്രവർത്തിച്ച ആൾക്കാരാണ്, മനസ്സിലായില്ല. അങ്ങനെ ഇനി നമ്മുടെ ഗവർണറായിട്ടുള്ള അർലേക്കർ, അദ്ദേഹം ഒരു ഭീകരനായിട്ടുള്ള ഒരു RSS പ്രവർത്തകനാണ്, RSSകാരനാണ്. ഈ VC-മാർക്കൊക്കെ തലപ്പത്തിരിക്കുന്ന ആള്, അതായത് ഗവർണർ, ഒരു RSSകാരനാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ രാജ്യം മുഴുവനുള്ള സകല മേലധികാരികളെയും ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന RSS എന്ന് പറയുന്ന സംഘടനയുടെ വേദിയിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റൂല എന്ന് പറയുന്നത്, അതിലൊരു ലോജിക്കലായിട്ട് ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ ശ്വസിക്കുന്നത് വരെ RSSൻ്റെ ഭൂമിയിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്വാസം എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് കാര്യം എന്ന് പറയുന്നത്. അതായത് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും RSS ഉണ്ട്. അതാണിപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആശയങ്ങളൊന്നും വച്ചിട്ട് ഈ RSSൻ്റെ ആശയങ്ങളെയോ ഈ ഹിന്ദു ആശയങ്ങളെയോ ഒന്നും തന്നെ നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പെനിട്രേറ്റ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം ആ പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്ന ആ കത്തിയുടെ മുന ഒടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ജനാധിപത്യം നാഴിക 40 വട്ടം പറയുകയും ചെയ്യും. എന്നാൽ നമ്മൾ പറയും ആ വേദിയിൽ പോകരുത്. അപ്പം തിരിച്ച് ചോദിക്കണം, അതല്ലേ ഫാഷിസം? അതായത് ഒരു വേദിയിൽ പോകരുത്, അത് അവർക്ക് ഇഷ്ടമുള്ള വേദിയിൽ അവർ പോക്കോട്ടെ. ഇല്ല, പറ്റില്ല, ഞങ്ങൾ പറയുന്ന വേദിയിൽ നീയൊക്കെ പോയാൽ മതി എന്ന് പറയുന്നതാണ് ഫാസിസം. യഥാർത്ഥത്തിൽ നീയൊക്കെയാണ് ഫാസിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അതൊക്കെ അവിടെ നിന്നോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ നിഷാ പുജിഷുവിൻ്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു. നിഷാ പുജിഷുവിൻ്റെ കഴിഞ്ഞ ചർച്ച കേട്ട് ഞാൻ ചിരിച്ച് മരിച്ചതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആത്മനിർഭർ ഭാരത് പദ്ധതി വഴി ഡീസൽ കുഴിച്ചെടുക്കുന്നില്ല എന്നാണ് ഈ മാധ്യമപ്രവർത്തക ചോദിച്ചത്. ഈ മാധ്യമപ്രവർത്തക ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, മാധ്യമപ്രവർത്തക എന്നാണ് എല്ലാവരെയും വിളിക്കുന്നത്. മാപ്ര എന്ന് പറഞ്ഞ വിളിയില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിയല്ലോ. എന്തായാലും ഈ മാപ്ര ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ആത്മനിർഭർ ഭാരത് വഴി എന്തുകൊണ്ട് എണ്ണ കുഴിച്ചെടുക്കുന്നില്ല, എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ചേച്ചി കുറച്ച് നാൾ ഡൽഹിയിലായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ ഇരിക്കട്ടെ, അവിടെ ഇരുന്നോട്ട്, ഇങ്ങോട്ട് വരണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായിരുന്നാലും ചർച്ചയൊക്കെ നയിക്കാനായിട്ട് കയറിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതായിരുന്നു വിഷയം, വേറൊരു വിഷയമല്ല, ഇതായിരുന്നു വിഷയം. അതായത് VC-മാർ മാപ്പ് പറയേണ്ടതായിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. VC-മാർ മാപ്പ് പറയേണ്ടതായിട്ടുണ്ടോ? എന്തൊരു ലോജിക്കില്ലാത്ത ചർച്ചയാണ്. ഇത് മൊത്തം RSSകാരാണ്, പ്രധാനമന്ത്രിയും. അങ്ങനെയാണെങ്കിൽ VD സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാപ്പ് പറയട്ടെ. VD സതീശൻ എന്ത് ചെയ്യട്ടെ, ഗവർണറെ കാണാൻ പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാപ്പ് പറയട്ടെ. ഗവർണർ VD സതീശന് മറ്റേ ഇത് വായിച്ചു കൊടുക്കാൻ പോകുമല്ലോ, അതായത് VD സതീശൻ വടശ്ശേരി ദാമോദര മേനോൻ എന്ന സതീശൻ എന്ന ഞാൻ അത് വായിച്ചു കൊടുക്കുമല്ലോ. ആ സാധനം വായിച്ചു കൊടുക്കുമ്പോൾ സതീശൻ പറയട്ടെ ഞാൻ വായിക്കൂല. അതെന്തുകൊണ്ടാണ്? ഗവർണർ ഒരു RSSകാരനാണ്, അതുകൊണ്ട് ഞാൻ എന്ന് സതീശൻ പറയട്ടെ. പണയൂലല്ലോ, ആരും പണയൂല. ഇത് ഈ RSSകാരനായിട്ടുള്ള ആൾ വായിച്ചു തന്ന സാധനം വായിച്ചു തന്നെയാണല്ലോ അധികാരത്തിലേറിയിരിക്കുന്നത്. അങ്ങനെ ആരും പറയില്ല. അവരൊക്കെ RSSകാരാണ്, കട്ട RSSകാരാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആ ചർച്ചയിൽ വന്നില്ല നമ്മുടെ സന്ദീപ് വചസ്പതിയാണ്. തൊട്ടപ്പുറത്ത് SFIയുടെ സഞ്ജീവ് അങ്ങനെ ഒരു വേട്ടാവളിയനും ഉണ്ടായിരുന്നു SFIയുടെ. പിന്നെ അപ്പുറത്ത് ജിൻഡോ ജോൺ ഉണ്ടായിരുന്നു. ജിൻഡോ ജോണിലേക്ക് ഞാൻ പോകുന്നില്ല, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും സഞ്ജീവ് ഉണ്ടായിരുന്നു. ഈ SFIക്കാരെന്ന് പറയുന്ന അറിയില്ല, ഏത് നിമിഷവും പോരാട്ടം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ സിംഹഭാവവും അവർ മാറ്റി വെച്ചിരിക്കുന്നത് പോരാട്ടത്തിന് വേണ്ടിയാണ്. ബട്ട് വൺസ് അധികാരം കയ്യിൽ കിട്ടി ആ AC കാറിനകത്തേക്ക് കയറുമ്പോൾ ആ പോരാട്ടം അങ്ങ് തണുക്കും. എന്തൊരു സുഖം, ഇനി പോരാടണ്ട. പക്ഷേ AC കാറിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ജനങ്ങൾ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് AC കാറിലോട്ട് കയറണമല്ലോ. അതുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വീണ്ടും പോരാടി അവസാനം മറ്റേ സംസ്ഥാന കമ്മിറ്റിയിലെ അവലോകന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഉള്ള സഖാക്കന്മാരെല്ലാം ഒരു ലോഡ് സഖാക്കന്മാരാണ് സംഖ്യകളായി മാറുന്നത് എന്നാണ് സംസ്ഥാന അവലോകന കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ തോറ്റിട്ട് പോലും ഇങ്ങനൊരു റിപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് അത് വായിച്ചു നോക്കിയ സഖാക്കന്മാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്തുകൊണ്ട് ഇവരൊക്കെ സംഖ്യകളാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഖാക്കന്മാർ ചോദിക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് പോയി. ഗോവിന്ദൻ എപ്പോൾ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ താത്വികമായിട്ടുള്ള ആ മുതലാളി വർഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഊളിയിട്ടിറങ്ങുമ്പോഴുള്ള ആ ഒരു മുതലാളിത്തത്തിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന അമൂർത്തമായിട്ടുള്ള ഇത്രയും പറഞ്ഞിട്ട് ഗോവിന്ദൻ കണ്ണുറന്ന് നോക്കിയപ്പം ഗോവിന്ദൻ്റെ അടുത്ത് വന്ന ആൾക്കാർ പോലും ഇത് കേട്ടിട്ട് അന്തം വിട്ടിട്ട് RSSൽ പോയി ചേർന്നെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കാരണം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പുറത്താകുമ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ മതി, എന്ത് തന്നെയായിരുന്നാലും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തിൽ നിന്ന് നമ്മുടെ SFIയുടെ സന്ദീപ് വചസ്പതിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ RSSകാരനാണോ? ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വചസ്പതി RSSകാരനാണെന്നും ഇവിടെയുള്ള BJPക്കാരെല്ലാം RSSകാരാണെന്നും ഇവിടെയുള്ള ഒരു കൊച്ചു കുട്ടിക്ക് അറിയാം. എന്നിട്ട് സഞ്ജീവ് ചോദിക്കുകയാണ്, നിങ്ങൾ RSSകാരനാണോ? അപ്പുറത്തുനിന്ന് സന്ദീപ് വചസ്പതി പറയാൻ ശ്രമിക്കുന്നുണ്ട്, സുഹൃത്തെ ഞാൻ RSSകാരനല്ല എന്ന് പറയണോ? അല്ല, എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൽ വരുന്ന ആ കളവനെ പോലെ കാട്ടാക്കട നീ ഇവിടെ ഉള്ളടാ,
ഇവിടെ എവിടെയാണ് കാട്ടാക്കട ഉള്ളത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ RSSകാരനാണോ? അപ്പോൾ സന്ദീപ് വനസ്പതി പറയുന്നു, അതെ ഞാൻ RSSകാരനാണ് എന്ന് പറയുന്നു. രണ്ടാമത് ഇയാളുടെ ഒരു യമണ്ടൻ ചോദ്യമുണ്ട്, RSSന് ഭരണഘടനയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഭരണഘടന. കാണാനായിട്ട് എൻ്റെ അറിവിൽ മിനിമം എഴുത്തും വായനയെങ്കിലും അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗൂഗിളിൽ കയറി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് RSS എന്ന് അടിച്ചു നോക്കിയാൽ ആദ്യം വരും RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ എഴുത്തും വായനയെങ്കിലും അറിയണം, ബുദ്ധിയും വിവരവും വേണം. അപ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ RSSൻ്റെ വേണമെങ്കിൽ ഞാൻ കാണിച്ചത് ഇതാണ് RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കൊച്ചു കുട്ടിക്കും അടിച്ചു നോക്കിയാൽ ഈ RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടും. ഇനി ഈ RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നത്, ഇത് അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ഒരുപാട് നിഷ്പക്ഷത നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ അവർ വിചാരിക്കും സഖാവ് കത്തി കയറുന്നു RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ RSSന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് എന്തായിരിക്കും എഴുതി വച്ചിരിക്കുന്നത്? ഭീകരമായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ അവർ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, RSSന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ദാണ്ട ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ദ ഗിഫ്റ്റ് ഓഫ് ഡോക്ടർ ഗ്രെവിലി ഓസ്റ്റിൻ RSS കൊടുത്ത ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് രാഷ്ട്രീയ സ്വയം സേവക സംഘിലെ പ്രീയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമുഖം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുണ്ടല്ലോ, ഇതാണ് ഇന്ത്യൻ ഭരണഘടന. ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. അതാണ് നമ്മുടെ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് തുമ്മുമ്പോഴും നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് ഉറക്കം എണീക്കുമ്പോഴൊക്കെ ഇവിടെയുള്ള അൾട്രാ ലിബറൽസ് പൊക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ആമുഖം, പ്രീയാമ്പിൾ. അതുപോലെ RSSൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രീയാമ്പിളുണ്ട്. എന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കണ്ടേ? ഇവിടെയുള്ള സുഡാപ്പികളും ഇവിടെയുള്ള കമ്മികളും കൊങ്ങികളും പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്ന പ്രീയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് മുസ്ലിങ്ങളെ ചുട്ട് തിന്നണം, ക്രിസ്ത്യാനികളെ ഓട്ടിച്ചിട്ട് വെട്ടണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി എന്നൊക്കെ അവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമുക്കത് വായിച്ചു നോക്കാം, വെറുതെ വായിച്ചു നോക്കാമല്ലോ. Whereas in the disintegrated conditions of the country, it was considered necessary to have an organization. അതായത് രാജ്യത്തിന് എപ്പോഴൊക്കെ ഒരു ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരുന്നു. എന്താണ് ഈ ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ? അപകീർത്തികരമായിട്ടുള്ളൊരു സാഹചര്യം വരുന്നു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇൻ്റഗ്രേറ്റഡ് അല്ലാത്തൊരു കണ്ടീഷൻ വരുന്നു. ആ സമയത്ത് രാജ്യത്തിനൊരു ഓർഗനൈസേഷൻ ആവശ്യമുണ്ട്. അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ അർജുന ഞാൻ അവതരിക്കുന്നു. എങ്ങനെ അവതരിക്കുന്നു? അത് പല രീതിയിലായിരിക്കാം. അത് മനുഷ്യ ജീവിതത്തിൽ പല രീതിയിൽ പല ഭാവങ്ങളിലായിരിക്കാം. നിങ്ങളിപ്പോൾ റോഡിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ നിങ്ങളെ എടുക്കാൻ വരുന്ന ഒരാളുണ്ടല്ലോ, നിങ്ങളെടുത്ത് ആശുപത്രിയിൽ എടുക്കാൻ വരുന്ന ഒരാൾ പോലും ആ അവതാരമായിട്ട് വരുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് എന്താവശ്യമുണ്ട്? ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യമുണ്ട്. ഇനി അതിൽ ടു ഇറാഡിക്കേറ്റ് ദ ഫിസിപ്പറസ് ടെൻഡൻസീസ് അറൈസിംഗ് ഫ്രം ഡൈവേഴ്സിറ്റീസ് ഓഫ് സെക്ട്, faith, caste and creed, and from political, economic, linguistic and provincial differences amongst Hindus. ഇതാണ് പറയുന്നത്. അതായത് എന്തിനാണ് ഈ സംഘടന ഉള്ളത്? ഈ സംഘടന ഹിന്ദുസിനിടയിലുള്ള കാസ്റ്റ്, ജാതിയെ ഉന്മൂലനം ചെയ്യാനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, RSSൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അതുകൊണ്ടാണ് ഈ RSS എന്ന് പറയുമ്പോൾ തന്നെ യൗമാരെല്ലാം കൂടെ ദളിതനെ തല്ലിക്കൊല്ലുന്നേ, ജാതി പറയുന്നേ എന്ന് യൗമാരിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. RSS എന്ന് പറയുന്ന ഒരു ഒന്നും പറയല്ല, ദളിതനെ തല്ലിക്കൊല്ലുന്നേ, ജാതി പറയുന്നേ, സവർണൻ എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഒരു സംഘടന ജാതിയെ ഉന്മൂലനം ചെയ്യാൻ വരികയാണ്. അപ്പോൾ അവനെ ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? നൈസായിട്ട് അവൻ ജാതിവാദിയാണെന്ന് പറഞ്ഞ് പരത്തുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരുത്തൻ തീവ്രവാദത്തിനെതിരെ പറയുകയാണ്, അവനെ തീവ്രവാദിയാക്കി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അതാണ് സെറ്റപ്പ്. അതുപോലെയാണ് യുവമാരെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ കാസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഉന്മൂലനം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഫിസിപ്പറസ് ടെൻഡൻസീസ് അറൈസിങ് ഫ്രം ഡൈവേഴ്സിറ്റീസ് ഓഫ് സെക്ട്, ഫെയ്ത്ത്, കാസ്റ്റ്. അതായത് ഈ ജാതിപരമായിട്ടോ വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ പരമായിട്ടോ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാൻമാർഗികമായിട്ടുള്ള ടെൻഡൻസീസ് എടുത്ത് മാറ്റുക ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആൻഡ് ഫ്രം പൊളിറ്റിക്കൽ, എക്കണോമിക്, ലിംഗ്വിസ്റ്റിക് ആൻഡ് പ്രൊവിൻഷ്യൽ ഡിഫറൻസസ്, രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പ്രൊവിൻഷ്യലായിട്ടുമുള്ള ഡിഫറൻസസ് ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക. അതായത് എല്ലാവരെയും തുല്യരാക്കുക, ഹിന്ദുക്കളെ തുല്യരാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ടു മേക്ക് ദം റിയലൈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദെയർ പാസ്റ്റ്.
അതായത് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ, ഈ ഹിന്ദു എന്ന് പറയുന്നത് RSSന് വേറൊരു വ്യാഖ്യാനമുണ്ട്, അത് ഈ ഭരണഘടനയ്ക്കകത്ത് തന്നെയുണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് പറയുന്നത്. അതിൽ ക്രിസ്ത്യാനിയില്ല, മുസ്ലിങ്ങൾ, ജനിച്ചു വീഴുന്ന എല്ലാവരും. ഇത് ഹൈന്ദവ ഭൂമിയാണ്. ആ ഹൈന്ദവ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും സിന്ധു നദീജലത്തിനടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ എന്തെന്ന് വിളിച്ചു? ഇടയ്ക്ക് നീയൊക്കെ തന്നെയല്ലേ പറയണം ഹിന്ദു എന്ന് വിളിച്ചു എന്ന്. അപ്പം നീയും ഹിന്ദുവാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? നിങ്ങളെ നിങ്ങളുടെ പാസ്റ്റിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. നിങ്ങൾ ഏത് ഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ, അതാണ് സംഭവം എന്ന് പറയുന്നത്. ഇനി ടു ബിൽഡ് അബൌട്ട് ആൻ ഓൾ റൗണ്ട് റീജനറേഷൻ ഓഫ് ദ ഹിന്ദു സമാജ്. ഇനി ഹിന്ദു സമാജത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള എന്താണ് റീജനറേഷൻ. ബ്രിട്ടീഷുകാർ ഭരിച്ച് മുടിച്ചിട്ടിട്ട് പോയപ്പോൾ ഹിന്ദുക്കൾ രാജ്യവും കാസ്റ്റും ക്രീഡും എല്ലാം കൊണ്ട് പാകിസ്ഥാൻ വിഭജിച്ചു പോയി. അവിടെ നിന്നൊരു കലാപം ഉണ്ടായി, ഹിന്ദുക്കൾ ചത്തൊടുങ്ങി, വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി. ആ ഹിന്ദുക്കളെയൊക്കെ ഉദ്ധരിക്കണം. ആ കാലത്തുണ്ടായ സംഭവമാണല്ലോ ഈ സാധനം. അവരെയൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ച് എന്ത് ചെയ്യണം? ഒരു പുതിയൊരു ജനറേഷനെ വാർത്തുകൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കാൻ പോകുന്നത്. ടു ബ്രിങ് ഔട്ട് ഓൾ അറൗണ്ട് റീജനറേഷൻ ഓഫ് ദ ഹിന്ദു സമാജ് ആൻഡ് വെയറാസ് ദ ഓർഗനൈസേഷൻ നോൺ ആസ് ദ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് വാസ് സ്റ്റാർട്ടഡ് ഓൺ ദ വിജയദശമി ഡേ ഇൻ ദ ഇയർ 1982 വിക്രം സംവത് 1925 AD by the late Dr. Keshav Baliram Hedgewar, and whereas Sri Madhav Sadashiv Golwalkar was nominated by the said Dr. Hedgewar to succeed him in the year 1940 AD. And whereas the Sangh had till now no written constitution. And whereas in the present changed condition, it is deemed expedient to reduce the writings the constitution as also the aims and object of the Sangh and its method of work. The രാഷ്ട്രീയ സ്വയം സേവക് സംഘ് hereby adopts the following constitution. അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് എഴുതി വയ്ക്കപ്പെട്ട ഒരു ഭരണഘടനയില്ല എങ്കിലും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഘടനയും ഉള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതി വയ്ക്കപ്പെട്ടതല്ലാത്ത ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്തിനൊക്കെയാണ്? ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ അതിൽ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഉണ്ട്. എന്താണ് ലക്ഷ്യങ്ങൾ? ആർട്ടിക്കിൾ 3, ദ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ദ സംഘ് are to weld together the diverse group within the Hindu Samaj and to revitalize and rejuvenate the same on the basis of its dharma and sanskriti, that is may achieve an all-sided development of the Bharatvarsha. ഇംഗ്ലീഷ് അറിയാമല്ലോ, മനസ്സിലായല്ലോ. സംസ്കൃതിയും രാജ്യത്തിൻ്റെ പുരോഗതിയും ഹിന്ദു സമാജത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് എയിം. ഇനി പോളിസി. The Sangh believes in orderly evolution of the society and adheres to peaceful and legitimate means for the realization of its ideals. അതായത് രാജ്യത്തിൽ വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരു സൊസൈറ്റി സൃഷ്ടിക്കുക, അതിനാണ് സംഘപരിവാർ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇൻ consonance with the cultural heritage of the Hindu Samaj, the Sangh was abiding faith in the fundamental principle of tolerance towards all faiths. അതായത് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുക, എല്ലാ വിശ്വാസത്തോടും സഹിഷ്ണുത പുലർത്തുക, അത് തിരിച്ചു പുലർത്താത്തത് വരെ. അത് ഞാൻ ഇട്ടതാണ് കേട്ടോ. എന്തായിരുന്നാലും ആ വിശ്വാസത്തോടെല്ലാം എല്ലാ വിശ്വാസത്തെയും ചേർത്ത് പിടിക്കുക. ഇതൊക്കെ ഈ ഭരണഘടനയിൽ എഴുതിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഫ്ലാഗ് ഉണ്ട്, എന്താണ് സ്വയം സേവക്സ് ഉണ്ട്, ഇലക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സർസംഘചാലകിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങളും ഇതിനകത്ത് ഇങ്ങനെ വ്യക്തവും കൃത്യവുമായിട്ട് നമ്മുടെ RSSൻ്റെ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പച്ചയ്ക്ക് എന്താണ് എല്ലായിടത്തും കിട്ടുന്ന സംഭവമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലായിടത്തും ഈ RSSൻ്റെ ഭരണഘടന, അതായത് ചുമ്മാ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ RSSൻ്റെ ഭരണഘടന നമുക്ക് ലഭ്യമാകുന്നതാണ്. എന്തായാലും ഇതെന്തോ വലിയ സംഭവമാണ് എന്നാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ SFIയുടെ പ്രതിനിധിയായിട്ടുള്ള സഞ്ജീവ് ഇതിന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. ഭരണഘടനയുണ്ടോ, RSS ഉണ്ടോ, എന്തുണ്ട്, നിങ്ങൾ RSSകാരനാണോ എന്നൊക്കെ പറഞ്ഞത്. ഇനി അതൊക്കെ പോട്ടെ, RSSൻ്റെ ഭരണഘടന പോട്ടെ. RSS ആണല്ലോ ഏറ്റവും വലിയ വർഗീയ സംഘടന. നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഒന്ന് വായിച്ചു നോക്കിയാലോ, ചുമ്മാ വെറുതെ ഒരു മനസ്സുഖം. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ എടുത്ത് നോക്കി. അതിൽ ഭാഗം 1 ആദർശം, ലക്ഷ്യം, പ്രവർത്തന മാർഗം. അതായത് എന്താണ് ആദർശം, എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ പ്രവർത്തന മാർഗം എന്താണ് എന്നാണ് പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി ആണല്ലോ നമ്മുടെ VD സതീശൻ വെളുപ്പിച്ചെടുക്കുന്നത്. അതായത് അവർക്ക് പഴയ ഒരു വർഗീയതയൊന്നുമില്ല, അവരിപ്പോൾ ഭയങ്കര ക്ലീനാണ് എന്നാണല്ലോ പറയുന്നത്. എന്തായിരുന്നാലും
ഖണ്ഡിക 1, ഈ സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നും ഈ ഭരണഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഭരണഘടന എന്നുമായിരിക്കും. നടപ്പിലാകുന്ന രീതി എന്ന് പറഞ്ഞ് ഈ ഭരണഘടന ഹിജ്റ 1375 റമദാൻ 1 ക്രിസ്തുബ്ദം 1956 ഏപ്രിൽ 13 മുതൽ നടപ്പിൽ വരുന്നതായിരിക്കും. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാഹി എന്നാകുന്നു. അതായത് ഇല്ലാഹ് അള്ളാഹ് മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ഇല്ലാഹുമില്ല എന്നാണ് വിശദീകരണം. ഈ ആദർശത്തിൻ്റെ ആദ്യ ഭാഗമായ അള്ളാഹു ഏക ഇല്ലാഹാണ് എന്നും മറ്റൊരില്ല ഇല്ലെന്നുമുള്ളതിൻ്റെ വിവക്ഷ എന്നൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. ഇനി യാഥാർത്ഥ്യം ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് മൂലം താഴെ പറയുന്ന സംഗതികൾ മനുഷ്യന് നിർബന്ധമാക്കുന്നതാണ്. അതിലൊന്ന്, അള്ളാഹുവെ അല്ലാതെ മറ്റാരെയും രക്ഷകർത്താവോ കൈകാര്യകർത്താവോ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനോ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവനോ സങ്കടങ്ങൾ കേൾക്കുന്നവനോ സംരക്ഷിക്കുന്നവനോ സഹായിക്കുന്നവനുമായി ധരിക്കാതിരിക്കുക. കാരണം മറ്റൊരാളുടെ പക്കലും യഥാർത്ഥത്തിൽ യാതൊരു അധികാര ശക്തിയും ഇല്ല തന്നെ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇനി രണ്ടാമത്, അള്ളാഹുവെ ഒഴിച്ച് മറ്റാരെയും ലാഭനഷ്ടങ്ങൾ ഏൽപ്പിക്കുന്നവരായി കരുതാതിരിക്കുക, മറ്റാരോടും ഭക്തി കാണിക്കാതിരിക്കുക, മറ്റാരെയും ഭയപ്പെടാതിരിക്കുക, മറ്റാരെയും ഭാരമേൽപ്പിക്കാതിരിക്കുക, മറ്റാരോടും പ്രതീക്ഷകൾ ബന്ധപ്പെടാതിരിക്കുക. കാരണം സകല അധികാരങ്ങളുടെ ഉടമസ്ഥത യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാകുന്നു. ഇനി മൂന്നാമത്തത്, അത് മതി തന്നെ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല, മറ്റാരുടെ പേരിലും നേർച്ച നേരാതിരിക്കുക, മറ്റാരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുക. ചുരുക്കത്തിൽ ബഹുദൈവ വിശ്വാസികൾ തങ്ങളുടെ ആരാധ്യരുമായി പുലർത്തി വരാറുള്ള യാതൊരു ഇടപാടും മറ്റുള്ളവരുമായി നടത്താതിരിക്കുക. കാരണം അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. ഇതാണ് ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി അതിൻ്റെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിലും ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇങ്ങനെയാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പോകുന്നത്. ഇതിൽ ഖണ്ഡിക 5 പ്രവർത്തന മാർഗം പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ പ്രവർത്തന മാർഗം താഴെ വിവരിക്കുന്ന പ്രകാരമായിരിക്കും. ശരി, കേൾക്കാം. ഖുറാനും സുന്നത്തും ജമാഅത്ത് പ്രവർത്തനത്തിൻ്റെ അസ്ഥിവാരമായിരിക്കും. മറ്റുള്ളതെല്ലാം രണ്ടാം സ്ഥാനത്ത്. ഖുറാനും സുന്നത്തും അനുസരിച്ച് പഴുതുള്ളത്തോളം മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ജമാഅത്ത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ധാർമ്മിക പരിധികൾ പാലിക്കുന്നതായിരിക്കും. സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും നിരക്കാത്തതോ വർഗീയ വിദ്വേഷത്തിനും വർഗ സംഘട്ടനത്തിനും ഇടയാക്കുന്നതോ നാട്ടിൽ നാശമുണ്ടാക്കുന്നതോ ആയ മാർഗങ്ങളോ പരിപാടികളോ ഒരിക്കലും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങളത് സ്വീകരിക്കില്ല. പക്ഷേ അള്ളാഹു അല്ലാതെ എല്ലാം രണ്ടാമതാണ്, അത് ആലോചിച്ചോ. പക്ഷേ ഞങ്ങൾ വർഗീയത പറയില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ചാനൽ ഇവിടെ ഉണ്ട്. ആ ചാനലിൽ പോയി ഇരുന്ന് വായ്ത്താളം ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇതനുസരിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി അല്ല, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത്. കാരണം എന്താ? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പല കാര്യങ്ങളും അങ്ങോട്ട് തിരിച്ച് പറയേണ്ടി വരും. ഈ സംഭവം നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ്റെ ആ സമയത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പൊക്കി കാണിച്ച് അതിനകത്ത് തുറന്ന് ഈ കാര്യങ്ങളൊക്കെ വായിച്ചതാണ്. അവിടെയുള്ള ഒരു മാധ്യമങ്ങളുടെ വായും പിന്നെ അനങ്ങിയില്ല. എല്ലാ എണ്ണത്തിൻ്റെ വായി പഴമായിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണതാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ RSSന് ഭരണഘടനയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭരണഘടനയുള്ള വേറെ പല ആൾക്കാരുമുണ്ട്. അവരെ ഭരണഘടനയും കൂടെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. എന്തായാലും RSSൻ്റെ ഭരണഘടന കിട്ടിയല്ലോ, അതുപോലെ ഈ ഭരണഘടന കൂടെ ഇടയ്ക്ക് തുറന്നു നോക്കണം. തുറന്നു നോക്കിയിട്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ പോയി പച്ചയ്ക്ക് മൈക്ക് കിട്ടി വെച്ചൊന്ന് സംസാരിച്ച് നോക്കണം. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് അറിയാമല്ലോ. എന്തിനാണ് വെറുതെ കാത്തിരിക്കുന്നത്? അതുകൊണ്ട് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി.